നമസ്കാരം, ഞാൻ ഡോക്ടർ അശ്വതി അനിൽ. ഞാൻ നൈൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റാണ്. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും സുപരിചിതമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. ദാറ്റ് ഈസ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ PCOS അല്ലെങ്കിൽ PCOD കുറിച്ചാണ്. അപ്പോൾ PCOD എന്ന് പറയുന്നത് നമ്മൾക്ക് ഷുഗർ മാരിയോ പ്രഷർ മാരിയോ അതേപോലെ ഇങ്ങനെ ഒരു ഗുളിക വെച്ചോ ഒരു മരുന്ന് വെച്ചോ ചികിത്സിക്കാൻ പറ്റുന്ന ഒരു ഇതല്ല. അത് എല്ലാ സിസ്റ്റങ്ങളെയും എഫക്റ്റ് ചെയ്യുന്ന ഒരു മൾട്ടി സിസ്റ്റം ഡിസോർഡറാണ്. മനസ്സിലായോ? അപ്പോൾ മെയിൻലി അണ്ടാശയങ്ങളെ എഫക്റ്റ് ചെയ്യുന്നതാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. നമ്മുടെ കണക്കുകൾ അനുസരിച്ച് 33 മുതൽ 40% വരെ ഉള്ള ആൾക്കാർക്ക്, പെൺകുട്ടികൾക്ക് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് ഉണ്ടെന്നാണ് കാണപ്പെട്ടു വരുന്നത്. പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസിൻ്റെ നമുക്ക് ആദ്യം കാണാൻ പോകുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്നാണ്. നിങ്ങളുടെ കുട്ടിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്നി അഥവാ മുഖക്കുരു, ഹെർസ്യൂട്ടിസം അല്ലെങ്കിൽ അമിത രോമ വളർച്ച, അല്ലെങ്കിൽ മെൻസ്ട്രുവൽ ഇറഗുലാരിറ്റീസ് അല്ലെങ്കിൽ മാസക്രമം തെറ്റായി വരിക, പിന്നെ കുറച്ചുകൂടെ പ്രായം കൂടി വരുമ്പോൾ സബ് ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത, പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു 40-45 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ ഷുഗർ വരാനുള്ള ചാൻസ്, അതേപോലെ പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ അഥവാ കൂടിയ തോതിലുള്ള രക്തസമ്മർദ്ദം എന്നിവയ്ക്കൊക്കെ PCODക്ക് വരാനുള്ള കാരണങ്ങളാകാം. മനസ്സിലായോ? പിന്നെ ആദ്യം തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് അമിത രോമ വളർച്ച, മുഖക്കുരു, മെൻസ്ട്രുവൽ ഇറഗുലാരിറ്റീസ് ഒക്കെ വരുന്നത് എന്ന് വെച്ചാൽ PCODയുടെ ഉള്ള മെയിൻ കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് അഥവാ ഇൻസുലിൻ എന്ന ഹോർമോണിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ട്. കാരണം ഓവറീസ് അല്ലെങ്കിൽ അണ്ടാശയത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ശരിക്കും ആക്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത്. ആൻഡ് ഓവറീസ് നോർമലായി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു തോതിലുള്ള ആൻഡ്രോജൻസ് അതിനേക്കാളും കൂടിയ രീതിയിൽ വരുന്നു. അതായത് ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോൺ നോർമലി ഒരു <2 അല്ലെങ്കിൽ 2 to 5 ആണ് ഉണ്ടാവുന്നത്. അത് more than 5 ഉണ്ടാവുന്നു PCODയിൽ. അപ്പോഴാണ് അമിത രോമ വളർച്ച ഉണ്ടാവുന്നത്. ആൻഡ് മോസ്റ്റ്ലി ഒരു 13 മുതൽ 18 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് പെൺകുട്ടികൾക്ക് മുഖക്കുരു മാത്രമായിരിക്കാം PCODയുടെ ഒരു ക്ലിനിക്കൽ ഫീച്ചർ. മുഖക്കുരുവിൻ്റെയും കാരണം ഈ ഹൈപ്പർ ആൻഡ്രോജനിസം തന്നെയാണ്. അപ്പോൾ PCOD നമ്മൾ എങ്ങനെയാണ് PCOD ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നത്? നമ്മൾ ഒരു സ്കാൻ ചെയ്യുമ്പോൾ തന്നെ അണ്ടാശയങ്ങളിൽ സിസ്റ്റുകൾ കണ്ടാൽ ഉടനെ തന്നെ PCOD എന്ന് മുദ്ര കുത്താൻ പറ്റുമോ? അല്ല. PCOD എന്ന ഒരാളെ നമ്മൾ PCOD എന്ന് വിളിക്കണമെങ്കിൽ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതിന് നമ്മൾ റോട്ടർഡാം ക്രൈറ്റീരിയ എന്നാണ് പറയുന്നത്. അതായത് അണ്ടാശയത്തിൽ നമ്മൾ സ്കാനിൽ കൂടെ നോക്കുമ്പോൾ അണ്ടാശയത്തിൽ പോളിസിസ്റ്റിക് ഓവറീസ് അല്ലെങ്കിൽ അണ്ടാശയത്തിൽ 12-നേക്കാളും കൂടുതൽ ഫോളിക്കിൾസ് ഇൻ ദ റേഞ്ച് ഓഫ് 10 to 12 millimeter കാണുകയാണ്. ആൻഡ് ഒളിഗോ ഓർ എനോബുലേഷൻ, അതായത് അത് ഒരു മാസമുറ തെറ്റായി വരുന്നതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ്. എല്ലാ മാസവും അണ്ടോൽപാദനം ശരിയായി നടക്കുന്നില്ല എന്ന് കാണുന്നതാണ്. പിന്നെ ഹൈപ്പർ ആൻഡ്രോജനിസം, അതായത് അമിതമായ രോമ വളർച്ച അല്ലെങ്കിൽ മെയിൽ ഹോർമോൺ കൂടുതലായി ഉണ്ടാവുന്നത്. ഇതാണ് നമ്മൾ റോട്ടർഡാം ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഈ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നമ്മൾ PCOD എന്ന് ഒരാളെ മുദ്രകുത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞതിൽ വെച്ചുള്ള ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഇത് കണ്ടാൽ ഉടനെ തന്നെ നമ്മൾ ചികിത്സ തേടണമോ? മാസമുറ തെറ്റായി വരുന്നു, അത് 6 മാസത്തോളം നമുക്ക് മാസമുറ തെറ്റായി വരുന്നു, അല്ലെങ്കിൽ മുഖം നിറച്ച് മുഖക്കുരു വരുന്നു, അല്ലെങ്കിൽ മെയിൽ പാറ്റേൺ ഓഫ് ഹെയർ ഗ്രോത്ത് ഇൻ യുവർ അപ്പർ ലിപ്സ്, ചിൻ അല്ലെങ്കിൽ ബാക്കി ബോഡി പാർട്സിലൊക്കെ വരുന്നു എന്നിവയുണ്ടെങ്കിൽ നമുക്ക് PCODക്ക് ഉടനെ ട്രീറ്റ്മെൻറ്റ് തേടാവുന്നതാണ്. ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ കാണുക. ആൻഡ് ആദ്യമേ തന്നെ ഹോർമോൺ മരുന്നുകൾ എടുത്ത് തുടങ്ങേണ്ടതില്ല. അല്ലാതെ മെയിൻ PCODയുടെ ഭാഗമായിട്ട് നമുക്ക് ഡയറ്റും ലൈഫ് സ്റ്റൈലുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. മെയിൻ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് PCODയുടെ മെയിൻ കാരണം എന്നുള്ളത് കൊണ്ട് തന്നെ ഷുഗറുള്ള ഭക്ഷണങ്ങളും കൊഴുപ്പ് ഏറെയുള്ള ഭക്ഷണങ്ങളും കാർബ്സ് ഏറെയുള്ള ഭക്ഷണങ്ങളും നിയന്ത്രിക്കുക. ആൻഡ് ലൈഫ് സ്റ്റൈൽ നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് ആഡിക്വേറ്റ് ആയിട്ട് എക്സസൈസ് ചെയ്യുക. മിനിമം ഒരാഴ്ച 150 മിനിറ്റെങ്കിലും എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് 90 minutes ഓഫ് മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസ് എന്നുള്ളതാണ് PCODയുടെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് നമുക്കിപ്പോൾ 3 മാസം ചെയ്തു. 3 മാസം ചെയ്തിട്ട് തന്നെ അപ്പോൾ PCOD കുറച്ച് ഭേദമായി അതോടെ അത് നിർത്തുക എന്നുള്ളതല്ല. നമ്മളിത് ജീവിതകാലം മുഴുവനും ഒരു നോർമൽ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകേണ്ടതാണ്.
പിന്നെ വേറെ ഇത് വരുന്നത് അത് കഴിഞ്ഞിട്ട് സബ് ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മളൊരു ഡോക്ടറുടെ അടുത്ത് പോയി അതിനുള്ള അണ്ടോൽപാദനം ഉണ്ടാവാൻ വേണ്ടിയുള്ള മരുന്നുകൾ കഴിക്കാവുന്നതാണ്. കുറച്ചുകൂടെ പ്രായമേറിയാൽ നമുക്ക് PCOD ഉള്ളവർക്ക് 50% പ്രമേഹവും അമിത രക്തസമ്മർദ്ദവും വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതും ആനുവലി ചെക്ക് ചെയ്യേണ്ടതാണ്. കൊളസ്ട്രോളിൻ്റെ ലെവൽസും എപ്പോഴും ചെക്ക് ചെയ്യണം. 3 മാസത്തിൽ കൂടുതൽ മാസമുറ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും ഹോർമോൺ വിത്ഡ്രോവൽ എടുത്ത് മാസമുറ വരുത്തേണ്ടതാണ്. അല്ലെങ്കിൽ എൻഡോമെട്രിയം, അതായത് യൂട്രസിൻ്റെ ഉള്ളിലുള്ള പാളിയുടെ തിക്നെസ് കൂടി ഒരു മോർ ദാൻ 15 മില്ലിമീറ്റർ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ എൻഡോമെട്രിയൽ കാർസിനോമ അല്ലെങ്കിൽ എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ PCOD എന്ന് വിചാരിച്ചാൽ മാസമുറയെ മാത്രം അല്ലെങ്കിൽ നമ്മുടെ ഫെർട്ടിലിറ്റിയെ മാത്രം ബാധിക്കുന്ന ഒരു രോഗമല്ല, നമ്മുടെ ഓൺ മെറ്റബോളിക് സിൻഡ്രോമിനെ മാത്രം ബാധിക്കുന്ന ഒരു രോഗമാണെന്നാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ PCODക്ക് ലോങ് ടേം ആയ മെറ്റബോളിക് കോൺസിക്വൻസസും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും വേഗം തന്നെ എപ്പോൾ PCOD ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്.